നമസ്കാരം. കേരളത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കനത്ത നഷ്ടമുണ്ടായത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പറയും ഒരേ ഒരു ഉത്തരം, അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ്. അതെ, തുടർച്ചയായിട്ട് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ് ജോസ് കെ മാണി എന്ന പാലയുടെ മാണിയുടെ പൊന്നോമന പുത്രൻ തോറ്റു തുന്നം പാടിയിരിക്കുന്നത്. അതുമാത്രമോ, അവർ 12 സീറ്റിൽ മത്സരിച്ചു, 12 8 നിലയിൽ പൊട്ടി. ചുരുക്കത്തിൽ ഒരു MLA പോലുമില്ലാത്ത അവസ്ഥയിലാണ്. ഏതെങ്കിലും ഒരു മുന്നണിയിൽ കയറിപ്പറ്റിയാൽ വില പേശാൻ പോലുമില്ലാത്ത, ത്രാണിയില്ലാത്ത, പ്രാപ്തിയില്ലാത്ത അവസ്ഥയിലേക്ക് കേരള കോൺഗ്രസ് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ അവരിപ്പോൾ ഒരു ബാധ്യത തന്നെയാണ്. അവിടെ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അവരുടെ മീറ്റിങ്ങുകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് പുറത്തു വന്ന ചില മാധ്യമ വാർത്തകൾ പ്രകാരം അവരുടെ മീറ്റിങ്ങിൽ മലബാറിൽ നിന്നുള്ളതും തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിഭാഗങ്ങളൊക്കെ NDA മുന്നണിയിലേക്ക് നമുക്ക് പോവാം എന്ന തരത്തിൽ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഈ നിലവിലെ സാഹചര്യത്തിൽ 102 സീറ്റ് കിട്ടി വലിയ വിജയത്തിൽ നിൽക്കുന്ന UDFിലേക്ക് ഇവരെ എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു MLA പോലും ഇല്ലല്ലോ. ഒരു MLA പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ അവർക്ക് തൽക്കാലം ആവശ്യമില്ല. മാത്രമല്ല, അവിടെ ജോസഫ് ഗ്രൂപ്പാണ് ഇപ്പോഴുള്ളത്. അവർക്ക് 7ഓളം MLAമാരുമുണ്ട്. അവരുടെ കീഴിൽ ഒരു പക്ഷേ ഒതുങ്ങിപ്പോവും അങ്ങോട്ടേക്ക് ചെന്നാൽ. അതിനാൽ ഈ മാണി കോൺഗ്രസ്സിലുള്ള പലർക്കും അങ്ങോട്ടേക്ക് പോകുന്നതിനോട് താല്പര്യമില്ല. മാത്രമല്ല, ഒരിക്കൽ പിണങ്ങി വന്നതാണല്ലോ. ഏതാനും MLAമാരുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിലപേശാനുള്ള കരുത്ത് അവർക്ക് ബാക്കിയായനെ. നിലവിൽ തങ്ങൾ ചെന്നാൽ സ്വീകരിക്കും എന്നുറപ്പുള്ളത് NDA BJP മുന്നണിയിൽ മാത്രമാണ്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. മുൻപായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിലപേശി അവർക്ക് നേടിയെടുക്കാമായിരുന്നു. ഒരു ഗവർണർ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു രാജ്യസഭ MP സ്ഥാനമോ അല്ലെങ്കിൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസ്ഥാനം വരെ അവർക്ക് കിട്ടുമായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു എങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലയിലെ പ്രധാനപ്പെട്ട ഇടത്ത് അവർക്കൊരു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണമോ പഞ്ചായത്ത് ഭരണമോ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഒരു MLA പോലും ഇല്ല. ആകെയുള്ളത് ഒരു രാജ്യസഭ MP എന്ന സ്ഥാനമാണ്. അതാണെങ്കിൽ ഇടതുപക്ഷം ദാനം കൊടുത്തതുമാണ്. അവിടെ നിന്ന് മാറി മറ്റൊരു മുന്നണിയിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും അതും ഇല്ലാതെ വരും. ചുരുക്കത്തിൽ വട്ടപൂജ്യമായിട്ടായിരിക്കും NDAയിലേക്ക് വരുന്നത്. അപ്പോൾ NDA എന്ത് നൽകുന്നതോ അത് കമാ എന്ന് മിണ്ടാതെ സ്വീകരിക്കുക എന്നല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ല. ഒരുപക്ഷെ NDA മുന്നണിയുടെ കൺവീനർ സ്ഥാനം നൽകിയേക്കും. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അവരുടെ അപേക്ഷ പരിഗണിച്ച് ഒരുപക്ഷെ ഏതെങ്കിലും ഉത്തരേന്ത്യയിലെ BJPക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് നിന്ന് ഒരു രാജ്യസഭ MP ആയി ഒരുപക്ഷെ ജോസ് കെ മാണിയെ രാജ്യസഭയിലേക്ക് വിട്ടേക്കാം. അവർ അതിന് കണ്ടെത്തുന്ന ന്യായം ബ്രിട്ടാസും അല്ലെങ്കിൽ റഹീമും ഒക്കെ MP ആയിട്ട് അവിടെ പോയി ഇരിക്കാറില്ലേ, പിന്നെ ഒരു ജോസ് കെ മാണിയെ കൂടെ അങ്ങോട്ടേക്ക് വിട്ടാൽ എന്ത് എന്ന് കരുതിക്കൊണ്ടൊരു പക്ഷേ അങ്ങനെ ചെയ്തേക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പല്ലും നഖവും കൊഴിഞ്ഞുപോയ ഇനി ഒന്നിനും കൊള്ളാത്ത ഒരു പരുവത്തിലെ ഒരു പാർട്ടി, ഒരു സംഘടന മാത്രമായി മാറിയിരിക്കുന്നു കേരളത്തിലെ കേരള കോൺഗ്രസ് എന്ന പാർട്ടി. അവർക്ക് ശക്തരായ ഏതെങ്കിലും ഒരു മുന്നണിയുടെ പിന്തുണയില്ലാതെ നിലവിൽ നിലനിൽക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് LDFിൽ നിന്നാൽ പറ്റില്ല. കാരണം LDFിന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരിടത്തും ഭരണമില്ല. കേന്ദ്രത്തിൽ പിടിയുമില്ല, സംസ്ഥാന ഭരണത്തിലുമില്ല. പക്ഷേ BJPക്ക് ഇവിടെ 3 MLAമാരുണ്ട്, 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, ഏതാണ്ട് 22ഓളം സംസ്ഥാനങ്ങളിൽ അവർ ഭരിക്കുന്നു. കേന്ദ്രഭരണം തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ എന്തെങ്കിലും നേട്ടം കിട്ടുക BJP മുന്നണിയുടെ കൂടെ ചേർന്നാൽ മാത്രമാണ്. BJPയും ഒരുപക്ഷെ കുറച്ച് ക്രിസ്ത്യൻ പിന്തുണ ഏതെങ്കിലും രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിനാൽ ജോസിനെയും ടീമിനെയും അവർ ഇരുകൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ പഴയതുപോലെ എന്തെങ്കിലും കനത്തിൽ കിട്ടും എന്ന് കരുതരുത്. അവർ തരുന്നത് സന്തോഷത്തോടെ വാങ്ങുക. അതൊരു ചെറിയ സ്ഥാനമാണെങ്കിലും ശരി, നിങ്ങളുടെ നിലവിലെ അവസ്ഥയിൽ അതിനേ പറ്റൂ.